ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ബോബി ചെമ്മണ്ണൂര് പങ്കെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള കമന്റുകളൊക്കെ പലയിടങ്ങളിലും കണ്ടിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ പോലെ ധനികനായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം സമ്പന്നനായിട്ടുള്ള ഒരാള്, വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ കൈവശമുള്ള ഒരാള് ബിഗ് ബോസ് പോലെ ഒരു പ്രോഗ്രാമിൽ വരുമോ എന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പും നമുക്ക് പറയാൻ പറ്റില്ല. സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ബോബി ചെമ്മണ്ണൂര് ഇപ്പോൾ വിവാദങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങൾ ബോബി ചെമ്മണ്ണൂര് നടത്തുന്നുണ്ട്. രണ്ടാമത് അദ്ദേഹം പരസ്യത്തിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള വഴികളും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ്. ബോച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് സ്വന്തം പേരിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. സോ അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പുള്ളിക്ക് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡിനെ കൂടുതൽ ഒരുപക്ഷെ ആളുകളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സഹായകരമായേക്കും. എന്നാൽ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു 50-50 ചാൻസ് ആണ് ബിഗ് ബോസ്. നന്നാവാനും ചിലപ്പോൾ നശിക്കാനും അത് കാരണമാകും. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ അതിലൂടെ കിട്ടും, ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടികളും കിട്ടും. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ സാമ്പത്തികമായിരിക്കില്ല പുള്ളിയുടെ ലക്ഷ്യം. ഫെയിം, ഒപ്പം തന്നെ പുള്ളിയുടെ ബ്രാൻഡ് മാക്സിമം വളർത്തുക എന്നുള്ളതായിരിക്കും. പക്ഷെ ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വലിയ ബ്രാൻഡിനെ ഓൾറെഡി ഒരു വലിയ ബ്രാൻഡാണ് പുള്ളി സ്വയം. അങ്ങനെ ഒരാളെ ബിഗ് ബോസ് കൊണ്ടുവരുമോ എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ്. കുറെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നതൊക്കെ കണ്ടിരുന്നു. ബോബി ചെമ്മണ്ണൂർ വന്നാൽ നന്നായിരിക്കും, വരുമോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ മരുമകനെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഒരു അഭിമുഖത്തിലേക്ക്, ഒരു പ്രസ് മീറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട്, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ മാറിയതിന് ശേഷം ബിഗ് ബോസ് പോലെ ഒരു പ്രോഗ്രാമിലേക്കൊക്കെ വരുമോ എന്ന ചോദ്യങ്ങളുണ്ട്. ഇത് എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് മാസത്തിനോട് അടുപ്പിച്ചൊക്കെ ചിലപ്പോൾ ബിഗ് ബോസ് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നൊക്കെയുള്ള റൂമേഴ്സും വരുന്നുണ്ട്. സോ അങ്ങനെയെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലത്തെ ഒരാൾ, പ്രത്യേകിച്ച് ഇത്രയും വിവാദങ്ങളിൽ ആയിട്ടുള്ള ഒരാൾ, ബിഗ് ബോസ് എപ്പോഴും വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോയാണ്. അതിലേക്ക് വരുന്നവരും പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഷോയിലേക്ക് ബോബി ചെമ്മണ്ണൂർ വന്നുകൂടായികയുമില്ല. ബോബി ചെമ്മണ്ണൂർ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബോബി ചെമ്മണ്ണൂരിന് ഓൾറെഡി ഫെയിം ഉണ്ട്, വലിയ ബിസിനസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. 100 ദിവസം ഒരു ഷോയിലേക്ക് ഒതുങ്ങി പോവാന്ന് പറയുമ്പോൾ അത് പുള്ളിയുടെ ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നുള്ളതാണ്. പക്ഷേ വന്നുകൂടായികയില്ല. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ബോബി ചെമ്മണ്ണൂർ വരാൻ ചാൻസ് ഉണ്ടോ ബിഗ് ബോസിലേക്ക്? നമുക്ക് എല്ലാവർക്കും അറിയാം, ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള ഒരാൾക്ക് ഈ ഒരു ഷോയിൽ വന്നിട്ട് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കാൻ ആയിരിക്കില്ല. പക്ഷേ ഫെയിമോ ബ്രാൻഡിന്റെ ഒരു ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പുള്ളിക്കുണ്ടായ കുറച്ച് ചീത്തപ്പേരുണ്ടായല്ലോ ഈ അടുത്ത കാലത്ത്, അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ വന്നേക്കാം. എന്താണ് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യൂ.